നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോടും കോടതിയോടൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ കോടതിയിൽ വിശ്വസിക്കുന്ന ആളുകളാണോ? എന്നാൽ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ ഇവിടുത്തെ കേരളത്തിലുള്ള നീതിപീഠത്തോടോ കോടതിയോടോ ഒന്നും വിശ്വാസമില്ലാത്ത കുറച്ച് ആളുകൾ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ഏറ്റവും അവസാന തെളിവെന്ന് പറയുന്നത് നമ്മുടെ ദിലീപിന്റെ ഒരു കാര്യമാണ്. അറിയാലോ, ഇപ്പൊ ദിലീപിനെ ചില ആളുകൾക്ക് എങ്ങനെയും ദിലീപിനെ ശിക്ഷിച്ചേ മതിയാവും. ദിലീപിനെ തൂക്കിക്കൊല്ലണം അവർക്ക്. അതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് ദിലീപിനെ വെറുതെ വിട്ടതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതായത് കോടതി എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷമാണല്ലോ വിധി പറയണം. അല്ലാതെ കോടതി നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വീഡിയോ ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ചാനൽ അമ്മച്ചിമാർ കൂട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്തതെന്ന് ആ ചർച്ച കണ്ടിട്ടോ അല്ലല്ലോ കോടതി ഒരാൾക്കെതിരെ ഒരു ശിക്ഷ വിധിക്കുന്നതും ഒരാളെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിടുന്നതെന്നും അങ്ങനെയൊന്നും അല്ലല്ലോ. അവർ കോടതിയുടെ മുന്നിലെത്തുന്ന തെളിവുകൾ കൃത്യമായും ഇഴകീരി പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ ചാനൽ ചർച്ചയിലിരുന്ന അമ്മച്ചിമാർ അടുപ്പ് കൂട്ടി ചർച്ച നടത്തുന്നത് കണ്ടിട്ടല്ല കോടതി എന്തായാലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത്. ദിലീപിനെ വെറുതെ വിടാൻ പാടില്ല. 8ാം പ്രതിയായിട്ടുള്ള ദിലീപല്ല, ശരിക്കും ദിലീപ് 8ാം പ്രതി എന്നുള്ള ദിലീപാണ് പ്രധാന പ്രശ്നക്കാരൻ. അങ്ങനെയാണ് ഇവിടെ ഈ ഹാഷ്ടാഗ് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള സ്ത്രീകളോട് ഇതുപോലെയുള്ള ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുന്നില്ല, നല്ല കാര്യം, അവർക്ക് നീതി കിട്ടട്ടെ. നീതി കിട്ടാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം അതുപോലെ നീതി കിട്ടാതെ പോയ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കണം. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ വേടൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിനെ നിങ്ങൾ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഈ വേടൻ എന്ന് പറയുന്ന വേട്ടാവളിനെ ഇതുപോലെ ഒരു പീഡന കേസിൽ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ കാരണം ഇരയാക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീകൾക്ക് എന്താ നീതി വേണ്ടേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സ്ത്രീകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇവിടെയുള്ള കൊച്ചമ്മമാർക്ക് സമയമില്ലാഞ്ഞിട്ടാണ്.